ജനാധിപത്യം ഒരിക്കലും സ്വേച്ഛാധിപത്യമല്ല. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന മന്ത്രിസഭയും ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന രാഷ്ട്രീയക്കാരുമാണ് ഇന്ത്യ ഭരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കുറച്ച് നാൾ കഴിയുമ്പോൾ അത് അവർക്ക് എതിരാളികളില്ലാതിരിക്കുമ്പോൾ അതിന് തലപ്പത്തിരിക്കുന്ന നേതാക്കന്മാർക്ക് സ്വേച്ഛാധിപത്യ കാഴ്ചപ്പാടുകളുണ്ടാവും. അവർ പറയുന്നതൊക്കെ ശരിയാണെന്നും ദൈവത്തെ പോലെ അവർക്ക് പരമാധികാരം ഉണ്ടെന്നും അവരെ ജയിക്കാൻ മറ്റാരുമില്ലെന്നും മറ്റുള്ളവരെയൊക്കെ അവഹേളിക്കാൻ തുടങ്ങും. അതാണിപ്പോൾ നരേന്ദ്രമോദി സർക്കാരിന് പറ്റിയിരിക്കുന്നത്. ഇലക്ഷൻ തൊട്ടു മുമ്പ് മറ്റ് ന്യൂനപക്ഷങ്ങളെ ഒരുപാട് അവഹേളിക്കുകയും സാധാരണക്കാരെ കാണേണ്ടതുപോലെ കാണാതെയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ BJP മൂന്നാമത് ഭരിക്കാൻ കയറുന്നുണ്ടെങ്കിലും പണ്ടത്തെ പോലെയുള്ള പ്രതാപവും മഹത്വമൊന്നും അവർക്ക് ഇല്ല.